യെസ് നമസ്കാരം മെഡി ടോക്കിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഡോക്ടറായിട്ട് എത്തിയിട്ടുണ്ട് കറക്റ്റ് 2:30 തന്നെ. ഇനി 3 മണി വരെ ഡോക്ടർ എന്തായാലും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ സൂര്യ സഹദേവൻ ആണ്. GP ഡെന്റിസ്റ്റ് ആണ് ഫ്രം NMC മെഡിക്കൽ സെന്റർ ഷാബ. ഡോക്ടർ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഡോക്ടർ എന്തായാലും ഇനി അരമണിക്കൂർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാവുന്നത് തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ ഡെന്റിസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൂത്ത് ഡിസ്കളറേഷനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ കോസസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളും ഓപ്ഷൻസും എല്ലാം ആയിരിക്കും ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ പല്ലിന് വരുന്ന നിറമാറ്റത്തിനെ കുറിച്ച് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇന്ന് ചോദിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഫോൺ ലൈൻസും ഓപ്പൺ ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പേഴ്സാണ് സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. സംശയങ്ങൾ എന്തെങ്കിലും വിളിക്കാവുന്നതാണ്. എല്ലാ കോൾസും കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ലാസ്റ്റ് നമ്മൾ ലോട്ട് എടുക്കുന്നുണ്ടാവുക എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ടൂത്ത് ഡിസ്കളറേഷൻ എന്ന് പറയുന്നത് പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം അല്ലേ ഡോക്ടർ? അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മെയിൻ കോസസ്? ടൂത്ത് ഡിസ്കളറേഷൻ ഒരു കോമൺ നമ്മൾ ഡെന്റൽ ഫൈൻഡിങ് ആണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലിനിക്കൽ ആൻഡ് എസ്തെറ്റിക് പ്രോബ്ലംസ്. ഇറ്റ് ബേസിക്കലി ഡിഫേഴ്സ് ഇൻ ഇറ്റിയോളജി, അതായത് കോസസ്, പിന്നെ ലൊക്കേഷൻ, സിവിയറിറ്റി ആൻഡ് അഡെറൻസ് ടു ദ ടൂത്ത് സ്ട്രക്ചർ. This tooth discoloration നമുക്ക് broadly two ആയിട്ട് ഡിവൈഡ് ചെയ്യാം. One is extrinsic and intrinsic. Extrinsic വെച്ചാൽ പല്ലിൻ്റെ പുറമേ കാണുന്ന കറകൾ. അത് കൂടുതലായിട്ട് it is the most common type of discoloration that is found. It can be caused by various factors. Mainly നമ്മൾ basically diet. അതായത് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ആൻഡ് ബെവറേജസ് ലൈക്ക് ടീ, കോഫി, wines, പിന്നെ carbonated drinks, പിന്നെ certain fruits and vegetables like beetroots, blueberries, blackberries, അങ്ങനത്തെ ബെറീസ്, വേരിയസ് ബെറീസ്, ദെൻ സോയ് സോസ്, ടൊമാറ്റോ സോസസ്, അതൊക്കെ ഡിസ്കളർ ചെയ്യാം നമ്മൾ പല്ലിന്. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ സ്മോക്കിംഗ് ആൻഡ് ദ യൂസ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ്. അതായത് നമ്മൾ ഈ ടൊബാക്കോ പ്രൊഡക്ട്സ് ബേസിക്കലി ദേ കണ്ടെയ്ൻ നിക്കോട്ടീൻ ആൻഡ് ടാർ. Nicotine actually ഒരു colorless substance ആണ്. പക്ഷേ when it combines with oxygen it can impart a yellow color to the tooth. ഒരു yellow discoloration വരാം പല്ലിൽ. അപ്പോൾ ഈ stains they can get deeply embedded within the enamel layer. അപ്പം ആ പല്ലിന് ഒരു ഡാർക്ക് അപ്പിയറൻസ് കാണാം, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരും. പിന്നെ കൂടുതൽ ഈ സ്മോക്കേഴ്സിലും നോൺ സ്മോക്കേഴ്സ് വെച്ച് നോക്കുമ്പം സ്മോക്കേഴ്സിൽ കൂടുതൽ ഗം ഡിസീസസിനുള്ള ചാൻസും കൂടുതലാണ് ബിക്കോസ് ഓഫ് ദീസ് പ്രൊഡക്ട്സ്. പിന്നെ ഇപ്പം ഈ സിഗരറ്റ്സ് അവൈലബിൾ ആണ്. Nowadays people are switching to e-cigarettes. അതിലും നിക്കോട്ടിൻ ഉണ്ട്, പക്ഷേ സ്റ്റെയിൻ ഫോമിങ് സബ്സ്റ്റൻസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് അതിലധികം സ്റ്റെയിൻ ആവുന്നില്ല അത് യൂസ് ചെയ്യുമ്പം, പേഷ്യൻസ് പറയാറുണ്ട്. ബട്ട് എന്നാലും അത് റിസർച്ചേഴ്സ് have shown that the usage of these e-cigarettes actually increases the content of bacteria in the mouth. അപ്പം നമ്മളെ ഓറൽ ഹെൽത്ത് നല്ല കോംപ്രമൈസ് ആവും ഈ സിഗരറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം മോർ പ്രോൺ ടു ഡീകേ ആൻഡ് ഗം ഡിസീസസ്. പിന്നെ വേറെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗം ഡിസീസസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മൗത്ത് വാഷ് ഉണ്ട്, ക്ലോറെക്സിഡിൻ മൗത്ത് വാഷ്. ക്ലോറെക്സിഡിൻ ഇസ് എക്സലന്റ് ആൻറ്റി മൈക്രോബിയൽ ഏജന്റ്, ബട്ട് ഇറ്റ് ക്യാൻ ഹാവ് സം സൈഡ് എഫക്ട്സ്. It is generally advised for a period of 7 to 14 days to treat gum infections. But beyond, ചില ആൾക്കാർ അത് കൂടുതൽ കുറേ നാളുകൾ അത് യൂസ് ചെയ്യും, അപ്പോൾ അത് കറകൾ ഉണ്ടാക്കും പല്ലിൽ. ബട്ട് ഓൾ ദീസ് ആർ എക്സ്റ്റൻസിക് സ്റ്റെയിൻസ്, അപ്പോൾ അത് ഹാംഫുൾ അല്ല, ദേ ക്യാൻ ബി റിമൂവ്ഡ്. പിന്നെ ഈ ക്ലോറെക്സിഡിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് കുറേ കാലം യൂസ് ചെയ്താൽ നമ്മളെ ടേസ്റ്റ് സെൻസേഷനും മാറി തുടങ്ങും പല്ലിൽ, നാവിൽ കറകളുണ്ടാവും അതൊക്കെ. പക്ഷേ ഇതൊക്കെ ടെമ്പററി ആണ്, ദേ ക്യാൻ ബി റിമൂവ്ഡ് വൺസ് യു ഡിസ്കണ്ടിന്യൂ ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ലോങ് ടേം യൂസ് മൗത്ത് വാഷസ് വേണമെങ്കിൽ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ഉള്ള മൗത്ത് വാഷ്, പിന്നെ ക്രേരീസ് പ്രോൺ ടീത്ത് ആണെങ്കിൽ കുറേ പല്ലിനൊക്കെ കേടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഫ്ലൂറൈഡ് ബേസ്ഡ് മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അതിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ അഥവാ അത് കാരണം കറ വന്നാലും ആരും പേടിക്കണ്ട. ലൈക്ക് യു ക്യാൻ അപ്രോച്ച് ഡെന്റിസ്റ്റ് ആൻഡ് ദേ ക്യാൻ ഡു ക്ലീനിങ് for you and then you can get rid of those stains. പിന്നെ വേറെ ഈ പുറമേ ഉണ്ടാവുന്ന കറകൾ കൂടുതൽ ആർക്കും അറിയാത്തൊരു ഫാക്ടർ ഉണ്ട്, അത് ക്ലോറിൻ ബേസ്ഡ് സ്റ്റെയിൻസ്. അതായത് ഈ ക്ലോറിൻ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ, ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെ വാട്ടേഴ്സിൽ ചേർക്കുന്നതാണ് ക്ലോറിൻ. അതൊരു ഡിസിൻഫെക്റ്റൻ ആണ് ഈ ബാക്ടീരിയൽ ലോഡ് കുറയ്ക്കാൻ. നമ്മൾ ടാപ്പ് വാട്ടേഴ്സിലും ഡ്രിങ്കിങ് വാട്ടേഴ്സിലും ഒക്കെ ആഡ് ചെയ്യുന്ന ക്ലോറിൻ അത് എമൗണ്ട് ലോ ആണ്, അത് നമ്മൾ ഇറ്റ്സ് ജനറലി ഹാംലെസ് ടു ദ ടൂത്ത്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ, ബിക്കോസ് മെനി പീപ്പിൾ യൂസ് സ്വിമ്മിംഗ് പൂൾസ്, അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടാം.
അപ്പം ഇതിൻ്റെ pH ലെവൽ മാറാം വെള്ളത്തിൻ്റെ. ക്ലോറിൻ മാത്രമല്ല വേറെ കെമിക്കൽസും അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് pH ലെവലിൽ ഇംബാലൻസ് വരും. അപ്പം അത് സ്റ്റെയിനിങ് കോസ് ചെയ്യാം ടൂത്തിൽ. അപ്പം നമ്മൾ സ്വിം ചെയ്യുമ്പം പൊതുവേ ചിലവർ കുറേ നേരം സ്വിം ചെയ്യും, മോർ ദാൻ 4, ദേ ടെൻ ടു റിമെയിൻ ഇൻ ദ വാട്ടർ. അപ്പം water can easily seep through the mouth. And it can actually cause erosion of the enamel layer. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല, ക്രമേണ, ലൈക്ക് ഇഫ് ദിസ് ഹാബിറ്റ് ലൈക്ക് they prolong. അപ്പം ആക്ച്വലി the edges of the teeth will become to be very thin. They can easily chip or fracture. And കുറേ if this habit like swimming is continued for long periods in this water where the pH is not controlled, അപ്പം സെൻസിറ്റിവിറ്റി ഉണ്ടാവാം, ഹോട്ട് ആൻഡ് കോൾഡ് ഫുഡ്സ് ഒക്കെ ആക്കും. ബിക്കോസ് ദി ഇനാമൽ ലെയർ ഇസ് ഗെറ്റിംഗ് ഇറോഡഡ്. ഇനാമലാണ് നമ്മൾ ടൂത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ലെയർ തിൻ ആയിക്കൊണ്ടിരിക്കുമ്പം വേറെ പ്രോബ്ലംസ് റൈസ് ചെയ്യാം. അപ്പം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക, സ്വിമ്മിംഗ് പൂളിൽ ഡിപ്പ് എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ pH നോക്കുക. അപ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഇസ് ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ pH മനസ്സിലാവില്ല. അപ്പം നമ്മൾ ആക്ച്വലി അതിൻ്റെ റെയിലിങ്സ് നോക്കുക, അവിടെയുള്ള ലാഡേഴ്സ് നോക്കുക, പൂളിൻ്റെ ലൈനിങ്സ് നോക്കുക. അപ്പോൾ അതൊക്കെ corroded ആയിട്ടുണ്ടെങ്കിൽ, ഈറ്റൻ അവേ ആയിട്ടുണ്ടെങ്കിൽ, that means the pH is not balanced. അപ്പോൾ it's always advised to go to a pool where the pH is properly monitored so that you can protect your teeth. Okay. അപ്പോൾ these are the various causes for extrinsic staining. ഒരു ഇമേജ് ഉണ്ട് extrinsic stains ന്റെ. പുറമേ വരുന്ന പ്രശ്നങ്ങളുടെ കാണിച്ചിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, യെസ്, അടുത്ത നമ്മൾ അടുത്ത കാറ്റഗറി ഇൻട്രിൻസിക് ഡിസ്കളറേഷൻ. അതായത് ആസ് എ നെയിം സജസ്റ്റ് പല്ലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഡിസ്കളറേഷൻ. അതും ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് വെൻ കമ്പയർ ടു എക്സ്ട്രിൻസിക് ഡിസ്കളറേഷൻ. വേരിയസ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഇൻട്രിൻസിക് ഡിസ്കളറേഷൻ. ഫസ്റ്റ്ലി ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായെന്ന് വിചാരിക്കുക, പല്ല് എവിടെയെങ്കിലും തട്ടി നമ്മൾ വീണു, അല്ലെങ്കിൽ എനി സ്പോർട്സ് ആക്സിഡൻസ് ദാറ്റ് ക്യാൻ ഡിസ്കളർ ദ ടൂത്ത്. അപ്പം പെട്ടെന്ന് അത് പ്രശ്നമൊന്നും കാണില്ല, ക്രമേണ നമുക്ക് ആ പല്ലിൽ ഒരു പർട്ടിക്കുലർ പല്ലിൽ കളർ ചേഞ്ച് വന്ന് തുടങ്ങുന്നത് പോലെ ഫീൽ ചെയ്യാം. ഇത് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസിൻ്റെ പിക്ചർ. ആദ്യത്തേത് കോഫി സ്റ്റെയിൻസ്, പിന്നെ താഴത്തത് സ്മോക്കിംഗ് ആൻഡ് ടൊബാക്കോ യൂസിൻ്റെ സ്റ്റെയിൻസ്, പിന്നെ തേർഡ്ലി നമ്മളെ ക്ലോറെക്സിഡിൻ ആ മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റെയിൻസ് ആണത്. പക്ഷേ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക നോർമൽ ക്ലീനിങ് ആൻഡ് സ്കെയിലിംഗ് പ്രൊസീജിയേഴ്സ്. ഇത് ഇൻട്രിൻസിക് സ്റ്റെയിൻസ്, അതായത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പല്ലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഡിസ്കളറേഷൻ ഉണ്ട് ഉണ്ടാവുന്നത്. ആ ഫസ്റ്റ് ഉള്ള സ്ലൈഡ് ഫ്ലൂറോസിസിനാണ്, ഫ്ലൂറൈഡ് കൺസപ്ഷൻ കൂടുമ്പോൾ ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ ഒരു സിംഗിൾ ടൂത്ത് ഡിസ്കളേർഡ് ആയിട്ട് കാണാം, അതായത് ആ പല്ല് ഡെഡ് ആയിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്. പിന്നെ മൂന്നാമതായത് ടെട്രാസൈക്ലിൻ സ്റ്റെയിൻസ്, അതൊരു ആൻറ്റിബയോട്ടിക്, നമ്മൾ എടുക്കുന്ന ആൻറ്റിബയോട്ടിക് കാരണം ഉണ്ടാവുന്നതാണ് ആ പിക്ചർ. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രോമ. ഇപ്പം നമ്മൾ പല്ല് എവിടെയെങ്കിലും തട്ടി പേഷ്യൻ്റ് ആരെങ്കിലും വീണു, അപ്പം അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി, അപ്പം പല്ലിൽ ഡിസ്കളറേഷൻ വരാം. അതായത് ഇനീഷ്യലി ചിലപ്പോൾ പിങ്ക് കളറായിരിക്കും ടൂത്തിൻ്റെ അപ്പിയറൻസ്, അതായത് നമ്മളെ ഉള്ളിലത്തെ പൾപ്പുണ്ട്, പല്ലിൻ്റെ ഞരവും ബ്ലഡ് വെസൽസും ഒക്കെ ഉണ്ടാവുന്ന സ്ഥലം, അത് റപ്ചറായിട്ടുണ്ടാവും. അപ്പം ബ്ലീഡിങ് ഉണ്ടാവും പല്ലിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതൊരു പിങ്ക് കളർ ഹ്യൂ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ക്രമേണ വേറെ ഇൻഫെക്ഷൻസ്, അതായത് പല്ലിന് ചുറ്റുമുള്ള ഗംസും പെരിഡോൺഷ്യം അതൊക്കെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ പല്ല് ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, കേരീസ് ആയിരിക്കും ഒരു കാരണം. ഒരു കേരീസ് പ്രോഗ്രസ് ചെയ്ത് നെർവിന് ഇൻഫെക്റ്റ് ചെയ്താൽ പല്ല് ഡെഡ് ആവും ഇവൻച്വലി, അല്ലെങ്കിൽ പുറമേ ഉള്ള കാരണങ്ങൾ കൊണ്ടും പല്ല് ഡെഡ് ആവാം. അപ്പം ടൂത്ത് വിൽ ബിക്കം മോർ ഡാർക്കർ, ലൈക്ക് ഗ്രേ ഓർ ബ്ലാക്ക് അപ്പിയറൻസ് ഉണ്ടാവും. അത് എല്ലാ പല്ലിനും ഉണ്ടാവില്ല, നമ്മൾ പെർട്ടിക്കുലർ ഒരു പല്ലിനായിരിക്കും അത് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ പല്ല് ഡെഡ് ആവുന്നതാണ്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, അതിന് ബേസിക്കലി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ റൂട്ട് കനാലാണ്. പല്ലിൻ്റെ നെർവ്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, റിമൂവ് ചെയ്യുക, എന്നിട്ട് ക്രൗൺ വെക്കുക. ഇപ്പോൾ ഇൻട്രിൻസിക് ഡിസ്കളറേഷൻ വന്നാൽ നമ്മൾ അതിന് പല്ലിന് പുറമേ ക്ലീനിങ്ങും ബ്ലീച്ചിങ്ങും ചെയ്തിട്ടൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതിന് പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളുള്ള ആ ഫാക്ടർ റിമൂവ് ചെയ്യണം, വാട്ട് ഈസ് കോസിങ് ഇറ്റ്, എന്നിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം നമ്മൾ ക്രൗൺ ചെയ്യണം, അല്ലെങ്കിൽ വെനിയർ എന്ന് വെച്ചാൽ വെനിയർ ഓർ ലുമിനിയസ് തിൻ ഷെൽസ് ഓഫ് സെറാമിക് നമ്മൾ പല്ലിൻ്റെ മുകളിൽ വെക്കും. നമ്മൾ നഖത്തിൻ്റെ അത്ര തിന്നായിരിക്കും, അത് ആ ഡിസ്കളറേഷൻ മാസ്ക് ചെയ്യും. പക്ഷേ ഇതൊക്കെ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. പിന്നെ ടെട്രാസൈക്ലിൻ സ്റ്റെയിൻസ് എന്ന് വെച്ചാൽ പണ്ട്, ഇപ്പം അത് ഡ്യൂ ടു മെഡിക്കൽ അവയർനെസ് അങ്ങനെ ടെട്രാസൈക്ലിൻ അധികം പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പം ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക്
അത് പ്രിസ്ക്രൈബ് അവരത് എടുക്കുന്നുണ്ട് ഡ്യൂറിങ് സെക്കൻഡ് ട്രൈമിസ്റ്റർ. അപ്പോൾ അവരിൽ ഉണ്ടാവുന്ന കുട്ടീൻ്റെ പാൽപ്പല്ലിൽ ഈ സ്റ്റെയിൻസ് കാണാം. ദി അപ്പിയർ ആസ് ഗ്രേ ഡിഫ്യൂസ് ഡിസ്കളറേഷൻസ്. ദീസ് ആർ ടെട്രാസൈക്ലിൻ സ്റ്റെയിൻസ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഴ്സൺ ഹാസ് ടേക്കൺ ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്സ് ബിലോ ദി ഏജ് ഓഫ് 8 years. അപ്പോഴും അവരെ പെർമനൻറ്റ് ടീത്തിൽ ഇത് ഈ ഡിസ്കളറേഷൻസ് കാണാം, ഡിഫ്യൂസ് ഗ്രേ ഡിസ്കളറേഷൻസ്. ദീസ് ആർ ടെട്രാസൈക്ലിൻ സ്റ്റെയിൻസ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഡ്യൂ ടു മെഡിക്കൽ അവയർനെസ് ഇപ്പം ഈ ടൈപ്പ് സ്റ്റെയിൻസ് കുറച്ച് കുറവാണ് കാണുന്നത്. പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു കോളർ ഉണ്ടായിരുന്നു, നോക്കാം. ഹലോ ഹലോ, സ്വാഗതം മെഡി ടോക്കിലേക്ക്. ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുഞ്ഞു കുട്ടികളുടെ പല്ലിന് എങ്ങനെയാണ് ഈ കറുത്ത കളർ വരുന്നത്? അത് ഞാൻ ആക്ച്വലി ഇൻ ദ ഫോളോയിങ് സ്ലൈഡ്സ് ഐ വാസ് പ്ലാനിങ് ടു എക്സ്പ്ലെയിൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇരിക്കുമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് പല്ലിൻ്റെ കുട്ടികൾക്ക് ഈ ഡിസ്കളറേഷൻ കാണാം. അത് ഒന്നുകിൽ പ്രോപ്പർ ഓറൽ ഹൈജീൻ ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടാവും, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സോ എന്തെങ്കിലും കുഞ്ഞിന് കൊടുക്കുന്നുണ്ടെങ്കിൽ സിറപ്പ് ഫോമിൽ, അതും ഈ സ്റ്റെയിനിങ്ങിന് ഒരു ഫാക്ടറാണ്. അത് കൂടാണ്ട് ഇപ്പം ഓക്കെ ഇപ്പൊ എന്റെ മോക്ക് വന്നിട്ട് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് വൈറ്റമിൻ ഡിയുടെ മറ്റേ സിറപ്പ് ഉണ്ടല്ലോ അത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇപ്പൊ വേറൊന്നും കൊടുക്കുന്നില്ല. ഇനി അതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത്? ഞങ്ങളിപ്പോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോ ബ്രഷ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ കുഞ്ഞു കുട്ടിയല്ലേ, അത്രത്തോളം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എന്നാൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേനും ആ കളർ ഇതൊക്കെ ടെമ്പററി സ്റ്റെയിൻസ് ആണ്. ഇങ്ങനെല്ലാം ഈ കളർ വരുന്നുണ്ട്, പുതിയതായിട്ട് വരുന്ന പല്ലിനും ഇങ്ങനെ കളർ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് അറിയാനായി. അത് കുറെ ഇപ്പൊ ഇതൊരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. അപ്പം ഇത് പെർട്ടിക്കുലർലി നമ്മളെ വായിലുണ്ടാവുന്ന ഓരോ തരം ബാക്ടീരിയ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കളർ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറയും. അപ്പോൾ അത് നമ്മളെ വായിലുള്ള സലൈവയായിട്ട് റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഒരു അയൺ കണ്ടന്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് ഫോം ആവുന്നുണ്ട്, ഫെറിക് സൾഫൈഡ് എന്ന് പറഞ്ഞത്. അതാണ് ഈ സ്റ്റെയിൻസ് ഫോം ചെയ്യുന്നത്, അതാണ് ഡെപ്പോസിറ്റ് ആവുന്നത് പല്ലുമേൽ. പക്ഷെ ഇത് പുറമേ ഉള്ളതാണ്, ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇത് കാരണം കേടുവരാനൊന്നും പോകുന്നില്ല പല്ല്. പൊതുവെ ഈ സ്റ്റെയിൻസ് ഉള്ള പല്ല് പൊതുവെ കേടിന് ആക്ച്വലി മോർ റെസിസ്റ്റൻ്റ് ആണ്, കേടൊന്നും വരാറില്ല, മോർ സ്ട്രോങ്ങർ ആണ്. ഇത് ക്രമേണ കുട്ടി വലുതായിട്ടാകുമ്പം ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലീനിങ് ചെയ്താൽ മതി. നമ്മൾ നോർമൽ ബ്രഷിങ് കൊണ്ട് ഇത് പോവില്ല. അപ്പം നമ്മൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക, അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരും. അത് പിന്നെ കുട്ടി വലുതായിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് ക്രമേണ കുറഞ്ഞ് മാറിക്കോളും. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഹാംഫുൾ ഒന്നും അല്ല. അത് ആക്ച്വലി ടീത്ത് മോർ റെസിസ്റ്റന്റ് ടു കേരീസ് എന്നാണ് റിസർച്ച് ഒക്കെ കാണിക്കുന്നത്. അപ്പം ജസ്റ്റ് ബ്രഷ് ചെയ്യുക, പിന്നെ അധികം സ്റ്റിക്കി ഫുഡും അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട, ഒഴിവാക്കുക. കറകൾ ഉണ്ടാവുന്ന ഒഴിവാക്കുക. ഇല്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല. പിന്നെ നന്നായി ബ്രഷ് ചെയ്യുക. മീൻസ് കുട്ടി സമ്മതിക്കുന്നില്ലെങ്കിലും ചെറിയ ഫിംഗർ ബ്രഷസ് അവൈലബിൾ ആണ്. നമ്മളെ വിരലിൽ വെച്ചിട്ട് നമ്മൾക്ക് ധരിച്ചിട്ട് ബ്രഷ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അത് കുട്ടി സമ്മതിക്കുമായിരിക്കും. ബ്രഷ് കൊണ്ട് നോർമൽ ബ്രഷ് കൊണ്ട് തേപ്പിക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടാവും, വീട്ടിലായിരിക്കും, ചെറിയ കുട്ടിയല്ലേ. അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് എടുത്ത് ക്ലീൻ ചെയ്യാം. ഓക്കെ താങ്ക് യു സോ മച്ച് വിളിച്ചതിന്. അപ്പോൾ നമ്മൾ ഇൻട്രിൻസിക് ഡിസ്കളറേഷനെ പറ്റി പറയായിരുന്നു. അപ്പോൾ ടെട്രാസൈക്ലിൻ സ്റ്റെയിൻസിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു കോമൺ ഫാക്ടർ ഫ്ലൂറോസിസ് ആണ്, എക്സസ് കൺസപ്ഷൻ ഓഫ് ഫ്ലൂറൈഡ്. അത് ചില സ്ഥലങ്ങളിലെ വെള്ളത്തിൽ തന്നെ ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലായിരിക്കും, അത് നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ അത് കൂടാണ്ട് ഫ്ലൂറൈഡ് ബേസ്ഡ് ടൂത്ത് പേസ്റ്റ് ഓർ മൗത്ത് റിൻസസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിലുള്ള ഫ്ലൂറൈഡ് കണ്ടന്റ് അങ്ങ് കൂടും. അപ്പോൾ അത് സ്മോൾ വൈറ്റ് ഒപ്പേക്ക് പാച്ചസ് ഉണ്ടാക്കാം, ഒപ്പേസിറ്റീസ്, മിൽക്കി ഒപ്പേസിറ്റീസ്, സ്മോൾ വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാവാം. ചിലപ്പം കൂടുതലായാൽ അത് ചിലപ്പോൾ പിറ്റിംഗ് ഒക്കെ കാണും, സർഫേസിൽ ബ്രൗൺ, യെല്ലോ ടു ബ്രൗൺ ഡിസ്കളറേഷനൊക്കെ കാണും പല്ലുമേൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്ലൂറോസിസ് കാരണമുള്ള സ്റ്റെയിൻസ് ഒന്നും അത്ര വാട്ട് യു സേ ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ ഹെൽത്ത് ഓഫ് ദി ടീത്ത്. അത് ടീത്ത് ആക്ച്വലി സ്ട്രോങ്ങർ ആണ്, ബിക്കോസ് ഫ്ലൂറൈഡ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി എനാമൽ. അപ്പം മോർ ഡീക്കേ ഒന്നും പ്രോൺ ആയിരിക്കില്ല, പക്ഷേ അത് അപ്പിയറൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് കാണുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിനുള്ള വെനിയേഴ്സോ അല്ല ലുമിനിയേഴ്സ് അല്ലെ ക്രൗൺസ് വെച്ചാൽ ആ ബുദ്ധിമുട്ട് മാറുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു ഡിസ്കളറേഷൻ എന്ന് വെച്ചാൽ ചെറിയ കഞ്ചനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അതായത് നമ്മളെ പല്ലുണ്ടാവുന്ന
സമയത്ത്, അതായത് ബിലോ ദി ഏജ് ഓഫ് 8 years for permanent teeth, like amelogenesis imperfecta or dentigenesis imperfecta that affects the formation of the enamel and dentine. അത് കാരണം പല്ലിൽ യെല്ലോ ബ്രൗൺ സ്പോട്ട്സും ഡിസ്കളറേഷൻസും ഒക്കെ കാണും. പിന്നെ ചില ആർക്ക് മെറ്റബോളിക് ഡിസീസസ് ഉണ്ടാവും, ഫോർ എക്സാമ്പിൾ സീലിയാക് ഡിസീസസ്, ഹൈപ്പർ ബിലിറൂബിനീമിയ, അതൊക്കെ കാരണം സ്റ്റെയിൻസ്, ഇൻട്രൻസിക് സ്റ്റെയിൻ ഫോർമേഷൻ ഉണ്ടാവും പല്ലിൽ. ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് ഇൻട്രൻസിക് ഡിസ്കളറേഷൻ. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഏജ് റിലേറ്റഡ് ആണ്. ഏജ് റിലേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറേ കാലം, ഒബ്വിയസ്ലി നമ്മൾ പ്രായമുള്ളവരിൽ 3 വർഷം ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുക അവർ, അപ്പം നാച്ചുറലി ദി ഇനാമൽ സർഫേസ് ക്യാൻ ഗെറ്റ് വോൺ ഓഫ്, തിൻ ലേയേഴ്സ് മേ ബി getting abraded or they may be loosening that initial layer of enamel. അപ്പോൾ നമ്മൾ ഇന്നർ ഡെൻറ്റീൻ എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി യെല്ലോവർ ആണ്, മോർ യെല്ലോയിഷ് ആണ്. അപ്പോൾ ദാറ്റ് ലെയർ ക്യാൻ ബി ആക്ച്വലി സീൻ ത്രൂ ദിസ് ഇനാമൽ ലെയർ. ഇനാമൽ ഒരു ട്രാൻസ്ലൂസൻ്റ്, അപ്പം ഉള്ളിൽ എന്തുണ്ടോ കളർ അത് നമുക്ക് എടുത്ത് കാണും. അപ്പം അങ്ങനെയാണ് ഏജിങ് ഓൾഡർ പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്, പല്ല് കുറേ യെല്ലോ ആയി തോന്നുന്നു. അപ്പം അത് ഇതാണ് ഒരു കാരണം, ഇനാമൽ തിൻ ആവുമ്പോഴാണ് പല്ല് കൂടുതൽ യെല്ലോ ആയിട്ട് തോന്നുക. പിന്നെ സ്മോക്കിംഗ്, പിന്നെ ഈ സ്റ്റെയിൻ ഫോമിങ് ഫുഡ്സ്, നമ്മൾ കാപ്പി ചായ എല്ലാം കുറേ വർഷം കുടിച്ചുകൊണ്ട് നിൽക്കുക, അതൊക്കെ കാരണമാണ് പല്ലിൽ യെല്ലോ ഡിസ്കളറേഷൻ ഉണ്ടാവുക ഇൻ ഓൾഡർ പേഷ്യൻസിൽ. പിന്നെ കൂടുതൽ ചിലവർ നല്ല വിഗറസ് ആയിട്ട് ബ്രഷ് ചെയ്യുമ്പം ആ ഇനാമലും സംടൈംസ് ഈവൻ ദ ഡെൻറ്റീൻ ഓൾസോ ക്യാൻ ഗെറ്റ് അബ്രേഡഡ്. അപ്പം സെൻസിറ്റിവിറ്റി ഒക്കെ പ്രശ്നം ഉണ്ടാവാം. അപ്പം അതിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഫില്ലിങ് ചെയ്യുക, ആ ഏരിയാസ് എക്സ്പോസ്ഡ് ആയ ഏരിയാസിൽ ഫില്ലിങ് ചെയ്യുക. സിവിയർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക, എന്നിട്ട് ക്രൗൺ വെക്കുക. അതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ്. പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അത് കൂടുതൽ ഇനാമൽ പോകുന്നു പറയുന്നത് ടൂത്ത് പേസ്റ്റ് അതിനൊരു റീസൺ ആണോ? ടൂത്ത് പേസ്റ്റ് ആണോ? ടൂത്ത് പേസ്റ്റിൽ മൈൽഡ് അബ്രേസീവ്സേ ഉള്ളൂ. ചിലവർ ചാർക്കോൾ പൗഡറോ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് കുറച്ചും കൂടി മോർ അബ്രേസീവ്. നമ്മൾ ടൂത്ത് പേസ്റ്റിൽ ഉണ്ടാവുന്ന വെരി മൈൽഡ് അബ്രേസീവ്സ് ആണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇനാമലിനൊന്നും അങ്ങനെ ലെയർ അങ്ങനെ ലൂസണൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ ബ്രഷിങ് ടെക്നിക്കാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ചിലവർ നന്നായി സോഫ്റ്റ് ബ്രഷ് ആണെങ്കിലും നന്നായി ഹാർഡായിട്ട് അങ്ങനെ ബ്രഷ് ചെയ്യും എല്ലാ സർഫേസ്. അപ്പം എനിവേ ദി ഡാമേജ് ഇസ് ഡൺ. അപ്പം ഡാമേജ് എന്തായാലും ആവും. ഗംസ് നമ്മൾ കൂടുതൽ ബ്രഷ് ചെയ്യുമ്പം ദ ഗംസ് ടെൻ ടു മൂവ് അവേ ഫ്രം ദ ടീത്ത്. അപ്പോൾ റൂട്ട് ഏരിയ എക്സ്പോസ് ആവും, സെൻസിറ്റിവിറ്റി വരും, പിന്നെ വേറെ പ്രോബ്ലംസും വരും. അപ്പോൾ നമ്മൾ ബ്രഷിങ് ടെക്നിക്കാണ് മെയിൻലി ഫോളോ ചെയ്യേണ്ടത്. ഒരു 45 ഡിഗ്രി ആംഗിളിൽ ബ്രഷ് ഹോൾഡ് ചെയ്തിട്ട് വേണം ബ്രഷ് ചെയ്യാൻ, അല്ലെങ്കിൽ സർക്കുലർ മോഷൻസ്. പിന്നെ എല്ലാ സർഫേസും ക്ലീൻ ചെയ്യണം പല്ലിൻ്റെ. ചിലവർ മുൻഭാഗം മാത്രം ബ്രഷ് ചെയ്യും, ഉൾഭാഗം ഒന്നും ബ്രഷ് ചെയ്യില്ല. അപ്പോൾ അവിടെ കറകൾ കൂടുക, എന്നിട്ട് സ്റ്റെയിനിങ് ഉണ്ടാവാം, പിന്നെ കാൽക്കുലസ് ഫോർമേഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഈ കാൽക്കുലസ് എന്ന് വെച്ചാൽ നമ്മളെ ഫുഡ് ക്രമേണ അവിടെ നിന്ന് ഹാർഡാവുന്ന ഒരു തിക്ക് ബാൻഡ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു യെല്ലോ ഡിസ്കളറേഷൻ പോലെ ഫീൽ ചെയ്യാം. അതിൻ്റെ മുകളിൽ വീണ്ടും കറകൾ സ്റ്റിക്ക് ചെയ്യും. അപ്പം അത് യെല്ലോ ആൻഡ് ബ്രൗൺ അപ്പിയറൻസ് ഫീൽ ചെയ്യും നമുക്ക്. അതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ എക്സ്ട്രിൻസിക് സ്റ്റെയിനിങ് ആണ് വെച്ചാൽ അത് പുറമേ കാണുന്ന സ്റ്റെയിൻസ്. അതിന് നമ്മൾ നോർമൽ ക്ലീനിങ്, നമ്മൾ ഡെൻറ്റൽ ക്ലിനിക്സിൽ പെർഫോം ചെയ്യുന്ന സ്കെയിലിംഗ് പ്രൊസീജിയേഴ്സ്. സംടൈംസ് ഈ സ്മോക്കിംഗ് സ്റ്റെയിൻസ് ഒക്കെ ഡീപ്ലി എംബഡഡ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലീൻ ചെയ്താൽ മാത്രം അത് പോവില്ല. അപ്പം വി ഹാവ് ടു ഡു ബ്ലീച്ചിങ് ഓൾസോ, ടൂത്ത് ബ്ലീച്ചിങ് ചെയ്യുക. അപ്പം കുറച്ചും കൂടി വൈറ്റർ എഫക്റ്റ് ഉണ്ടാവും, ആ സ്റ്റെയിൻസ് ഒക്കെ നന്നായി പോകും. ടീത്ത് വിൽ ലുക്ക് ബെറ്റർ. ഇപ്പോൾ ഇൻട്രൻസിക് ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ അതിന് ക്രൗൺ ചെയ്യാം. ഇപ്പം എന്തെങ്കിലും നെർവ് ഇൻഫെക്റ്റഡോ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് റൂട്ട് കനാൽ ചെയ്തിട്ട് അതിന് ക്രൗൺ വെക്കുക. ഇപ്പം മൈൽഡ്, ഇപ്പം ഓരോ കഞ്ചനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ സർഫേസ് ലെയർ കുറച്ച് ഇറഗുലർ ആയിരിക്കും, യെല്ലോ സ്പോട്ട്സ് ഉണ്ടാവും, ബ്രൗൺ ഉണ്ടാവും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെനിയേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ലൂമിനിയേഴ്സ് ചെയ്യാം. അപ്പോൾ അത് ഔട്ടർ സർഫേസ് മാത്രമേ അത് കവർ ചെയ്യും, ഒരു ഷെല്ല് പോലെ. അപ്പോൾ നല്ല യൂണിഫോമിറ്റി ഉണ്ടാവും, അതൊക്കെ മാസ്ക് ആവും ആ ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് സ്റ്റെയിൻസ് അവർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കുട്ടികൾക്ക് നമ്മൾ ബ്രഷ് ചെയ്യാൻ ഇപ്പം ചെറിയ കുട്ടികൾക്ക് ഡിഫിക്കൽട്ടാണ്. അപ്പം നന്നായിട്ട് നമ്മൾ ആ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെറ്റ് ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യുക സർഫേസ് എപ്പോഴും. അപ്പം കൂടുതൽ അങ്ങനെ ഫുഡൊന്നും അടിഞ്ഞു നിൽക്കില്ല പല്ലുമിൽ. പിന്നെ അത് കൂടാണ്ട് ഇത് വേറെ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ടൂത്ത് ഡിസ്കളറേഷൻ. ഈ സ്മോക്ക് ചെയ്യുമ്പോൾ സ്റ്റെയിൻസ് എന്ന് പറയുന്നത് പെർമനന്റ് ആണോ?
ഇല്ല, സ്മോക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ അത് പുറത്തുണ്ടാവുന്നതാണ്. ചിലവർ ഇപ്പോൾ കുറേ കാലം സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഡീപ്ലി എംബഡഡ് ആയി ഓൺ ടു ദ ടൂത്ത് സർഫേസ്. അപ്പം എന്തായാലും ക്ലീൻ ചെയ്യണം. ചിലവർ ക്ലീൻ ചെയ്യില്ല, അപ്പം കാൽക്കുലസ് ഫോർമേഷനും ഉണ്ടാവും, ഈ സ്റ്റെയിൻസും ഉണ്ടാവും, എല്ലാം കൂടി പല്ല് കാണാൻ നല്ല ഡാർക്ക് ഒരു അപ്പിയറൻസ് ആയിരിക്കും, ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ, ഒരു ഫുൾ ഒരു വാട്ട് ഇസ് ഫുൾ ഡാർക്കർ അപ്പിയറൻസ് ആയിരിക്കും പല്ലിന് മൊത്തമായിട്ട്, ഒരു ബ്രൗൺ അപ്പിയറൻസ്. അതിന് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യണം. ഇപ്പൊ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നോർമലി ക്ലീനിങ് ചെയ്തിട്ട് പോളിഷ് ചെയ്യും. അപ്പോഴതൊക്കെ റിമൂവ് ആകുന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലീച്ചിങ്ങിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ചില ഏരിയയിൽ ഭയങ്കര ഡീപ്ലി ആയിരിക്കും, അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്താൽ തന്നെ അതൊന്നും പോവില്ല, അപ്പൊ നമ്മൾ ബ്ലീച്ച് ചെയ്യാം. ബ്ലീച്ച് ചെയ്യുമ്പം ബ്ലീച്ചിങ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് നേസൻ്റ് ഓക്സിജൻ. അപ്പോൾ ഈ ഓക്സിജൻ അകത്ത് ചെന്ന് ആ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഡിസോൾവ് ആക്കും. അപ്പം ടൂത്ത് വിൽ ലുക്ക് ബെറ്റർ. ഇതൊരു വൺ ടൈം ആക്ടിവിറ്റി ആണോ? ഒരു പ്രാവശ്യം ചെയ്താൽ ബ്ലീച്ചിങ് ആണോ? ബ്ലീച്ചിങ് നമ്മൾ ജനറലി ബ്ലീച്ചിങ്ങിന്റെ എഫക്ട്സ് ലാസ്റ്റ് ഫോർ അബൌട്ട് 2 to 3 years. പക്ഷേ സ്മോക്കേഴ്സിൽ അതിന്റെ എഫക്റ്റ് കുറച്ചും കൂടി കുറവാണ്. 1 year മാത്രം നിൽക്കും. 1 year സംടൈംസ് ഇപ്പോൾ സിവിയർ സ്മോക്കേഴ്സിൽ മേ ബി ലെസ് ദാൻ 1 year അത് നിൽക്കും പല്ലുമേൽ. അപ്പം ബ്രഷ് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക, പല്ലൊക്കെ റിൻസ് ചെയ്യുക. ഇപ്പം സ്മോക്കിംഗ് ഇതൊക്കെ കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി റിൻസ് ചെയ്യുക. അപ്പം ആ സ്റ്റെയിൻസിന് പെട്ടെന്ന് അങ്ങ് അടിഞ്ഞു നിൽക്കില്ല പല്ലുമേൽ. നമ്മൾ വാഷ് ചെയ്യാണ്ടും ബ്രഷ് ചെയ്യാണ്ടും നിൽക്കുമ്പോഴേ അത് കൂടുതലാവുന്നത്. പിന്നെ ക്ലീനിങ്സ് ആണെങ്കിൽ എവറി 6 to 1 year ചെയ്യണം, അതാണ് നല്ലത്. ജനറലി റെക്കമെൻഡഡ്. അപ്പോൾ ഈ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രിങ്ക്സിന്റെ കാര്യം പറഞ്ഞു, ഫുഡും ഡ്രിങ്ക്സും അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബീട്രൂട്ട് അങ്ങനെയുള്ള ബീട്രൂട്ട് കണ്ടിന്യൂസ്ലി നമ്മളിപ്പോൾ ബീട്രൂട്ട് ജ്യൂസോ ബീട്രൂട്ട് കഴിക്കുമ്പോൾ, അതുപോലെ ബ്ലൂബെറീസ്, ബ്ലാക്ക് ബെറീസ്, ഇതൊക്കെ നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് കാണാം നമ്മളെ പല്ലിൽ ഒരു സ്റ്റെയിൻ പോലെ ഉണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വാഷ് ചെയ്യുക. പിന്നെ ഈ അസിഡിക് ഫുഡ്സ് ഒക്കെ കഴിച്ചാൽ, അതായത് നമ്മൾ ജ്യൂസ്, സിട്രിക്, ലെമൺ, ഓറഞ്ച് ഒക്കെ കഴിച്ചാൽ ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി ബ്രഷ്. അത് ഒരു 1 hour കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്താൽ മതി. റിൻസ് ചെയ്യുക ആദ്യം, പിന്നെ ബ്രഷ് ചെയ്യാം. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അസിഡിക് ഫുഡ്സ് കഴിച്ചിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് ബ്രഷ് ചെയ്താൽ ബിക്കോസ് ഓഫ് ദി ആസിഡ് കണ്ടന്റ് നമ്മൾ ആ ഇനാമൽ ലെയർ ചിലപ്പം വെയർ ഔട്ട് ആവാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി അസിഡിക് ഇൻ ദ മൗത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക. നമ്മൾ വായും സലൈവയായിട്ട് അത് ടൂത്തുമായിട്ട് എല്ലാം യോജിച്ച് വന്ന് ആ pH ഒന്ന് ബാലൻസ് ആയിട്ട് പിന്നെ നമ്മളൊരു 1/2 hour 1 hour കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇമ്മീഡിയറ്റ്ലി ബ്രഷ് ചെയ്യരുത്. ചിലവർ ഫുഡ് കഴിച്ച പാട് ഇമ്മീഡിയറ്റ്ലി പോയി ബ്രഷ് ചെയ്യും, അത് വേണ്ട. ജസ്റ്റ് റിൻസ് ചെയ്യുക, പിന്നെ ഒരു 1 hour കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നതായിരിക്കും അഡ്വൈസബിൾ. ഓക്കെ. അപ്പോൾ അതുപോലെ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ട് കണ്ടിന്യൂസ്. അത് മൗത്ത് വാഷും ഈ പറഞ്ഞ പോലെ ക്ലോറെക്സിഡിൻ ആണ് അധികം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ ഉപയോഗിക്കരുത്. അത് ഇറ്റ് ഷുഡ് ബി യൂസ് ഓൺലി ഫോർ എ പീരിയഡ് ഓഫ് 7 to 14 days. അതിൽ കൂടുതൽ വേണമെങ്കിൽ ലോങ് ടേം യൂസിൽ ക്ലോറെക്സിഡിൻ അതില്ലാത്തത് വേറെ മൗത്ത് വാഷസ് അവൈലബിൾ ആണ്. എസെൻഷ്യൽ ഓയിൽസും പിന്നെ ഫ്ലൂറൈഡ് ബേസ്ഡ് മൗത്ത് വാഷസ് അതൊക്കെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. അത് ഇൻ കേസ് സ്റ്റെയിനിങ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. എവറി 6 months യു ക്യാൻ കം ആൻഡ് ഗെറ്റ് ക്ലീനിങ്സ് ഡൺ. That will protect the teeth. ഇപ്പോൾ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് 2 times ബ്രഷ് ചെയ്താലും കൂടെ യെല്ലോ ആണ് ടീത്ത് എന്ന് പറഞ്ഞിട്ട്. അത് എന്തായിരിക്കും? ചിലവർ നന്നായി ഓറൽ ഹൈജീൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. ഈ പറഞ്ഞ പോലെ 2 times ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക. അപ്പോൾ അത് പിന്നെയും ടൂത്തിൻ്റെ കളർ മാറുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ പല്ലിൻ്റെ ഒറിജിനൽ കളർ തന്നെ ആയിരിക്കും. Okay, because genetics also play a very important role in deciding the color of the tooth. Tooth also comes in various shades and various colors. അപ്പോൾ നമ്മളെ ഫാമിലി, നമ്മളെ പേരൻസിനൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് ആണെങ്കിൽ അത് നമുക്കും ഒരു യെല്ലോ ഷെയ്ഡ് ആയിരിക്കും. പിന്നെ ചെറിയ കുട്ടികളിൽ ചിലവർ പറയും പാൽപ്പല്ല് പോയിട്ട് പുതിയ പല്ല് വരുമ്പോൾ അത് കുറച്ചും കൂടി യെല്ലോ ആണ് ഡോക്ടർ. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? പാൽപ്പല്ല് നല്ല വൈറ്റ് ആണ്, മറ്റേ പല്ല് കുറച്ച് യെല്ലോ ആണ്. എന്ന് വെച്ചാൽ പാൽപ്പല്ലാകുമ്പോഴും അതിൻ്റെ ഇനാമലും ഡെൻറ്റീൻ ലെയറും വളരെ തിന്നാണ്. അപ്പം കുറച്ച് ബ്രൈറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വെൻ ദ ന്യൂ ടീത്ത് ഡെവലപ്സ് അപ്പം നമ്മൾ ഡെൻറ്റീൻ കുറച്ചും കൂടി തിക്കറാണ് ആൻഡ് ഇനാമൽ ഇസ് മോർ ട്രാൻസ്ലൂസൻറ്റ്. അപ്പം ദ തിക്കർ ഡെൻറ്റീൻ ലെയർ ഓർ ദ യെല്ലോ കളർ ഓഫ് ദ ഡെൻറ്റീൻ ക്യാൻ ബി സീൻ ത്രൂ ദി ഇനാമൽ ലെയർ. അതുകൊണ്ടാണ് നമ്മൾ പുതിയ വരുന്ന പല്ല് നമ്മൾ പാൽപ്പല്ല് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി യെല്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ദർ ഇസ് നോ അതർസ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ ചിലവർക്ക് ജെനറ്റിക്കലി മോർ സ്ട്രോങ്ങർ ഇനാമലാണ്. ദേ ഹാവ് എ മോർ വൈറ്റർ ടീത്ത് when compared to others. എല്ലാവർക്കും ആ ഒരു വൈറ്റ്
ടൂത്ത് വരാൻ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ടൂത്ത് ഫില്ലിംഗ് കളർ ഡിസ്കളേർഡ് ആവും. ഡിസ്കവേർഡ്, യെസ്, ടൂത്ത് ഫില്ലിങ്സ് ക്യാൻ ഓൾസോ കോസ് ഡിസ്കളറേഷൻ. അതായത് ഇപ്പം ചിലവർക്ക് സിൽവർ അമാൽഗം ഫില്ലിങ്സ് ഉണ്ടാവും വായിൽ. സിൽവർ കുറേ കാലം ആ പല്ല് ഉണ്ടാവുമ്പോൾ അത് ആക്ച്വലി അതിൻ്റെ ടൂത്തിൻ്റെ സറൗണ്ടിങ് ഏരിയാസും ഡിസ്കളർ ചെയ്യാം. അമാൽഗം ചിലപ്പോൾ ലീക്ക് ഔട്ട് ചെയ്തിട്ട് സറൗണ്ടിങ് ഏരിയാസ്, ഇപ്പോൾ ടൂത്തിൻ്റെ സെൻറ്ററിൽ മാത്രം ഫില്ല് ചെയ്തെങ്കിൽ ടൂത്തിൻ്റെ സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് നമുക്കൊരു അപ്പിയറൻസ് ഫീൽ ചെയ്യാം. അത് ഈ സിൽവർ അമാൽഗത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഫില്ലിംഗ്. ആൻഡ് പണ്ടത്തെ കാലത്ത് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ആണ്. ഇറ്റ്സ് റിയലി സ്ട്രോങ്. പിന്നെ അത് എന്തെങ്കിലും ചെറിയ ക്രാക്സോ എന്തെങ്കിലും പൊട്ടലോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ടൂത്ത് കളേർഡ് ഫില്ലിങ്സ് ഉണ്ട്, കോമ്പോസിറ്റ് ഫില്ലിങ്സ്. നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം അധികം ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് ചെയ്താൽ വെച്ചാൽ ഇറ്റ് ക്യാൻ ഗെറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് വൈറ്റ് കളേർഡ്, ഇറ്റ് ക്യാൻ ഗെറ്റ് ഡിസ്കളേർഡ് വിത്ത് ദ ഫുഡ്സ് ദാറ്റ് വി കൺസ്യൂം ഡെയിലി. അപ്പോൾ സ്റ്റെയിനിങ് ഉണ്ടാവും അപ്പം ആ ഫില്ലിങ്സിൽ. അപ്പം ജസ്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് ഡോക്ടർ നോക്കും, ഒബ്സർവ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് പെർഫെക്റ്റ്, ഫില്ലിംഗ് ഇസ് പെർഫെക്റ്റ്, അതിലൊരു പ്രശ്നമോ പൊട്ടലോ ഇല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പ് ലെയർ ഒന്ന് പോളിഷ് ചെയ്താൽ ആ ഫില്ലിങ്ങിൻ്റെ ഒറിജിനൽ കളറ് റെസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ആ ഫില്ലിങ്ങിൽ എന്തെങ്കിലും പൊട്ടലോ മീൻസ് ക്രാക്സോ ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് ന്യൂ ഫില്ലിംഗ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ നല്ല ഒറിജിനൽ ഫില്ലിംഗ് പോലെ തന്നെ ടൂത്ത് കളർ മാച്ചിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ടൂത്തായിട്ട്. ഒരു പിങ്ക് ഓർ ഗ്രേ ഷെയ്ഡ് വരുന്നത് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പല്ല് നോൺ വൈറ്റലാകുമ്പോൾ, പല്ല് ഡെഡ് ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡാർക്ക് കളർ വരുന്നത്. ഇപ്പം നെർവ് ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ഇൻസൈഡ് വരുന്ന സംഭവം കാരണമാണ് ആ കളർ വരുന്നത്. ഇപ്പം ചിലവർ അത് ഒബ്സർവ് ചെയ്യില്ല, പല്ല് ഡെഡായി, അവർക്ക് അങ്ങനെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടായി കാണില്ല. അത് ബിക്കോസ് സറൗണ്ടിങ് ടിഷ്യൂസിലുള്ള ഇൻഫെക്ഷൻ കാരണം പല്ല് ഇൻഫെക്റ്റഡ് ആയതായിരിക്കും. അപ്പം നെർവ് ഡെഡ് ആയിട്ടാകുമ്പോൾ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും അവർ നോട്ടീസ് ചെയ്യുക ഒരു പല്ലിന് മാത്രം ഒരു കളർ വ്യത്യാസം കമ്പയർ ടു അതേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് വന്ന് ചോദിക്കുമ്പോഴാണ് അത് ഓൾറെഡി ഡെഡ് ആയി കാണും പല്ല്. അപ്പോൾ അതിൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക, എന്നിട്ട് ഇൻഫെക്റ്റഡ് ടിഷ്യൂ ഒക്കെ റിമൂവ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ക്രൗൺ വെക്കുക. അപ്പം ബാക്കി പല്ലിൻ്റെ ഒക്കെ മാച്ചിങ് ഷെയ്ഡിൽ ക്രൗൺ വെക്കുക. അതൊക്കെ പറഞ്ഞു. ഈ ടീത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത് തന്നെയാണോ ബ്ലീച്ചിങ്? അതന്നെയാണ് ബ്ലീച്ചിങ് പ്രൊസീജിയർ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണായിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമുക്ക് എന്തായാലും പോകേണ്ട സമയമാണായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാൻ വേണ്ടി ടോക്കിലൂടെ. നമസ്കാരം.